കേരളവാണി ഒരുക്കുന്ന 100 മേനിയിലൂടെ നമുക്ക് ആടുവളർത്തൽ കൃഷിയെക്കുറിച്ച് കൂടുതലായി അറിയാം. നീണ്ട വർഷങ്ങളായി ആടുവളർത്തലിൽ സജീവമായ പടുതല സ്വദേശിയായ റോയ് തന്റെ ആടുകളുടെ പരിപാലനത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാൻ ബീറ്റിലാടുകളെ വളർത്തുന്നത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. മലബാറി ആടുകൾ 6 മാസം കൊണ്ട് വളരുന്നത്, ഇത് 3 മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ വളരും. കായത്തോണ്ട് ഏകദേശം ഒരു 2 കിലോ ആ റേഞ്ച് രാവിലെ കൊടുക്കും. ഇതാണ് എൻ്റെ ക്രോസ് മെയിൽ. പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ആടുകളെ ക്രോസ് ചെയ്യിച്ച് കൊണ്ടുവരാറുണ്ട്. എൻ്റെ പേര് റോയ്. എറണാകുളത്ത് വടുതലയിൽ താമസിക്കുന്നു. ഞാൻ ജോലി ഡ്രൈവറാണ്. പിന്നെ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, ഭാര്യ, 2 മക്കൾ. ഞാനിപ്പോൾ 14 വർഷമായിട്ട് ആടിനെ വളർത്തുന്നുണ്ട്. പണ്ട് മുതലേ ഇവിടെ ആടും പശുവും കോഴികൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആടിനോട് ഒത്തിരി താല്പര്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ആടിനെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് അത് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം മലബാറിയാണ് വളർത്തിയിരുന്നത് വെച്ചത്. പിന്നെ അത് ഇപ്പോൾ ഹൈബ്രിഡ് ആടുകളിലോട്ട് ഞാൻ മാറ്റി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റൽ, തോത്താപ്പൂരി എന്നീ ഇനത്തിലുള്ള ആടുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ബീറ്റിൽ തന്നെ വളർത്തിയാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി ആടുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഞാനത് മലബാറി ആടായിട്ട് ക്രോസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മലബാറി ആടുകൾ 6 മാസം കൊണ്ട് വളരണത്, ഇത് 3 മാസം കൊണ്ട് ഇതിന് വളർച്ച കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം മലബാറി ആടുകളായിരുന്നു, പിന്നെ ബീറ്റലിലോട്ട് വന്നത് നല്ല കുട്ടികളെ ബ്രീഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പാലും വളർച്ചയും നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 6 മാസം കൊണ്ട് മലബാറി കുഞ്ഞുങ്ങൾ വളർച്ച, ഇത് 3 മാസം കൊണ്ട് വളർന്ന് വലുതാകും. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാനായിട്ട് റെഡിയാകും. ഇതാണ് എൻ്റെ ബ്രീഡിങ് മുട്ടൻ ബീറ്റിൽ. ഇത് പഞ്ചാബാണ് ഇതിൻ്റെ സ്വദേശം. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 44 ഇഞ്ചോളമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 5 ഫേസ്, വെള്ളിക്കണ്ണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ബോഡി വെയ്റ്റ് ഏകദേശം ഒരു 110-120 കിലോ ഒക്കെ വരും. ഇപ്പോൾ നമ്മളിത് ബ്രീഡിങ് പർപ്പസിന് വേണ്ടി നിർത്തിയേക്കണമുണ്ട്, വെയിറ്റ് കുറച്ച് നിർത്തിയേക്കാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ബ്രീഡിങ് മെയിൽ. ഇപ്പോൾ ഇതിനെ കൊണ്ടുവന്നിട്ട് 3 വർഷമായി. ഞാനിതിന് 1.5 മാസമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. അതിന് മുട്ടയും ടോണിക്കൊക്കെ കൊടുത്താണ് ഈ നിലയിൽ എത്തിച്ചേക്കണത്. ഏകദേശം ഇപ്പോൾ 100 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്, 46 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് തീറ്റ കൊടുക്കുന്നത് കായത്തോണ്ടാണ്. പിന്നെ കായത്തോണ്ട് കിട്ടത്തപ്പോൾ പുല്ല് കൊടുക്കും, പിന്നെ പ്ലാവല, പിന്നെ ഇതിന് കൈത്തീറ്റയായിട്ട് കൊടുക്കുന്നത് തേങ്ങാപ്പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ഇത് മിക്സ് ചെയ്താണ് ഇതിന് വീറ്റലിന് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സപ്ലിമെൻറ്റ് കൊടുക്കും, ഷാർക്ക് ഫൂളും മീനെണ്ണയും. ഞാൻ വീറ്റലിന് കൊടുക്കുന്നത് മീനെണ്ണയും മുട്ടയും കൂടി 1.5 അടം കൊടുക്കും. കായത്തോണ്ട് ഏകദേശം ഒരു 2 കിലോ ആ റേഞ്ച് രാവിലെ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഇല കൊടുക്കും. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പിണ്ണാക്കും വെള്ളമൊക്കെ ആയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന് കൊടുക്കുന്ന ടോണിക്കുകൾ ഷാർക്ക് ഫൂള്, പിന്നെ മീനെണ്ണ, ഇത് രണ്ടാണ് ഞാൻ ബീറ്റലിന് കൊടുക്കുന്നത്. ഈ പ്ലാവലയും പുല്ലൊക്കെ അധികം കിട്ടാൻ ചാൻസ് കുറവായത് കൊണ്ടാണ് ഞാൻ ഈ കായത്തോണ്ട് അധികം കൊടുക്കുന്നത്. അപ്പോൾ ഈ കായത്തോണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ മഞ്ഞൾ വെള്ളത്തിൽ മഞ്ഞൾ ഉപ്പിട്ട് കഴുകിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ വേസ്റ്റ് കളയും. ഇതാകുമ്പോൾ വേസ്റ്റ് ഇല്ലാണ്ട് എല്ലാം നന്നായിട്ട് കഴിച്ചോളും. ഇതാണ് എൻ്റെ ബ്രീഡിങ് ഫീമെയിൽസ്. മലബാറി ബീറ്റൽ ക്രോസ് ബ്രീഡ് ആടുകളാണ്. ഇതൊക്കെ നല്ല ഗ്രോത്തുള്ള ആടുകളാണ്. 3 വയസ്സ്, 2 വയസ്സ്, അങ്ങനെ ഇതെല്ലാം ഇപ്പോൾ പ്രഗ്നൻ്റായിട്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഉള്ളത് മറ്റൊരു ഇനം തോത്താപ്പൂരി. ഇത് ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരാടാണ്. ഇതിൻ്റെ ഫേസ് റോമൻ ന്യൂസ്, ഫേസ് പഞ്ചുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇയർ ലെങ്ത്ത് ഉള്ള ആടാണ്. ഫീമെയിൽ ഇത്ര വലുതാവുള്ളൂ. മെയിൽ ഏകദേശം ഒരു 100 കിലോ അതിൻ്റെ അടുത്തൊക്കെ ഏകദേശം വരും. പാലാണെങ്കിലും അത്യാവശ്യം 2 ലിറ്റർ പാലിനൊക്കെ അടുത്ത് കിട്ടും. കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല വിലക്ക് പോകുന്ന കുട്ടികളാണ്. ഏകദേശം 15,000 രൂപ ആ റേഞ്ചൊക്കെ ഉള്ള കുട്ടികളുടെ വില.
പിന്നെ ആടുകൾക്ക് വരുന്ന ചില അസുഖങ്ങളാണ് മൂക്കടപ്പ്, പിന്നെ ചുമ, വയറ് കമ്പനം. ഈ വയറ് കമ്പനമൊക്കെ വരുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റ സമയത്ത് കൊടുക്കാഞ്ഞിട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൊടുക്കുന്ന തീറ്റ ഒരിക്കലും മാറ്റി കൊടുക്കരുത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ആടിനെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ള ആടിൻ്റെ അടുത്തേക്ക് ഒരിക്കലും പുറത്തുനിന്ന് വരുന്ന ആടുകളെ കൊണ്ടുവന്ന് കെട്ടാണ്ടിരിക്കുക. അതിനെ എവിടെയെങ്കിലും മാറ്റി ക്വാറൻറ്റൈൻ ചെയ്യുക. എന്നിട്ട് അതിന് PPR വാക്സിൻ കൊടുത്തതിന് ശേഷം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് കയറ്റാൻ പാടുള്ളൂ. പിന്നെ ആട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് അസുഖങ്ങൾ വന്നത് വയറ് കമ്പനം, ചുമ, ജലദോഷം ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതാണ് ഈ വയറ് കമ്പനമൊക്കെ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം മാറ്റി കൊടുക്കാണ്ടിരിക്കുക. കൊടുക്കുന്ന സമയത്ത് തന്നെ ഭക്ഷണങ്ങൾ സമയത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ഭക്ഷണം മാറ്റി കൊടുക്കാണ്ടിരിക്കുക. വീട്ടിലെ അപ്പച്ചനും അമ്മയുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഞാൻ ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയാലും അപ്പച്ചനും അമ്മയും ആ ഭക്ഷണങ്ങളൊക്കെ അരിഞ്ഞ് കറക്റ്റായിട്ട് കൊടുക്കും. സമയത്ത് അതുങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കോളും. പിന്നെ ഇതൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. സ്റ്റഡ് സർവീസ്, അതുപോലെ കുഞ്ഞുങ്ങളെ നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കൽ, ഇപ്പോൾ മുട്ടന്മാരെ നല്ല മീറ്റ് പർപ്പസിന് കൊടുക്കുക, അതൊക്കെ നല്ലൊരു നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം അല്ലെങ്കിലും ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഒരു ആശ്വാസമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇതാണ് എൻ്റെ ക്രോസ് മെയിൽ. പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ആടുകളെ ക്രോസ് ചെയ്യിച്ച് കൊണ്ടുവരാറുണ്ട്. ഒത്തിരി നല്ല കുട്ടികളാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ സ്ഥലം വടുതല സെൻറ് ആൻഡ്രീസ് പള്ളിക്ക് പുറകുവശമായിട്ട് വരും. വിളിച്ചിട്ട് വരിക. ഇനിയിപ്പോൾ ഈ മേഖലയിലോട്ട് ആട് വളർത്തൽ മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ ആദ്യമേ നാടൻ ബ്രീഡായ മലബാർ ആടിനെ മേടിച്ച് വളർത്തുക. അതിൽ അതിൻ്റെ രോഗങ്ങളും അതിൻ്റെ തീറ്റ പരിചരണവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഹൈബ്രിഡ് ആടുകളിലോട്ട് വരിക. പിന്നെ നമ്മുടെ സ്ഥലപരിമിതി, കിട്ടാവുന്ന ഭക്ഷണ സാധനങ്ങളുടെ അവൈലബിലിറ്റി അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആട് വളർത്തലോട്ട് വരിക. പിന്നെ കൂടുതലായിട്ട് വേണ്ടത് ഇതിനോടുള്ള താല്പര്യമാണ്. താല്പര്യമില്ലാണ്ട് ഇതിനകത്തോട്ട് വെറുതെ വീഡിയോ കണ്ടിട്ട് കടന്നു വന്നിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം വേണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ഇതിനകത്തോട്ട് വന്ന് പെട്ടെന്നൊരു ആട് വളർത്തലോട്ട് ആരും എടുത്ത് ചാടരുത്. ആർക്കാണെങ്കിലും ഈ മേഖലയിലോട്ട് കടന്നു വരാം. അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.